ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന ഓഫീസിനോട് ചേർന്ന് ഒരു പള്ളിയും യൗസേപ്പിതാവിൻ്റെ ഒരു കുരിശടി ഉണ്ടായിരുന്നു. ഓഫീസിന്റെ അടുത്തായിരുന്നതിനാൽ ഞാൻ മിക്കവാറും അവിടെ പോകുമായിരുന്നു. അവിടെ കുരിശടിയുടെ അടുത്ത് ഒരു ചേട്ടനെ സ്ഥിരം കാണും. കാഴ്ചയിൽ ഒരു കുഷ്ഠരോഗിയെ പോലെ തോന്നിയിരുന്നു. ഞാൻ ആ ചേട്ടനെ ശ്രദ്ധിക്കാൻ കാര്യം അദ്ദേഹത്തിന്റെ മുഖത്തുള്ള സന്തോഷമായിരുന്നു. ആരോടും ആ ചേട്ടൻ പൈസ ചോദിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ആ ചേട്ടനെ നോക്കി ചിരിക്കും, ചേട്ടൻ എന്നെയും നോക്കി ചിരിക്കും. എന്നോട് ഒരിക്കലും അദ്ദേഹം ഒന്നും ചോദിച്ചിരുന്നില്ല. ഒരു ദിവസം ഞാൻ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പേര് പറഞ്ഞു. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു മറുപടി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു 100 രൂപ നോട്ട് ഞാൻ ആ ചേട്ടൻ്റെ നേരെ നീട്ടി. എന്നാൽ അദ്ദേഹം പൈസ വാങ്ങിയില്ല. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ ഹോട്ടലിൽ എനിക്ക് ഒരു ഊണ് തരാൻ പറഞ്ഞ് പൈസ ഏൽപ്പിച്ചാൽ മതി, അവിടുത്തെ തിരക്ക് കഴിയുമ്പോൾ ഞാൻ പാഴ്സൽ വാങ്ങി കഴിച്ചോളാം എന്ന് പറഞ്ഞു. ചേട്ടൻ്റെ മറുപടി കേട്ടപ്പോൾ അത്ഭുതം തോന്നിയതുകൊണ്ട് എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു. തൃപ്പൂണിത്തുറ അടുത്തുള്ള ഏതോ ഒരു സ്വാമിമാരുടെ ആശ്രമത്തിന്റെ കോമ്പൗണ്ടിലാണ് താമസിക്കുന്നതെന്നും രാത്രി അവർ കിടക്കാൻ സ്ഥലവും ഭക്ഷണവും തരും എന്നും എന്നോട് പറഞ്ഞു. പിന്നെയും വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. സാറേ, എൻ്റെ ഭാര്യ മരിച്ചുപോയി. എനിക്കൊരു മോളുണ്ട്. അവൾ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ഞാൻ അവരുടെ കൂടെ താമസിച്ചിരുന്നതാ. എന്നാൽ അവർക്കൊരു ഭാരമാണ് എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ആകെ സമ്പാദ്യമായിട്ടുണ്ടായിരുന്ന 3 സെന്റ് സ്ഥലവും വീടും മോൾക്ക് എഴുതി കൊടുത്തിട്ട് ഇറങ്ങിയതാ. യാതൊരു സങ്കടവും ഇല്ലാതെ ഇതൊക്കെ പറയുന്ന ആ ചേട്ടനോട് ഞങ്ങൾക്കൊക്കെ സ്ഥിരമായൊരു ജോലിയും മെച്ചപ്പെട്ട ജീവിതമൊക്കെ ഉണ്ടായിട്ടും എപ്പോഴും സങ്കടവും പരാതിയാ. ചേട്ടൻ ഇത്രയും കഷ്ടപ്പാടിലും രോഗത്തിലും എങ്ങനെയാ സന്തോഷിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ എന്തിനാ സാറേ സങ്കടപ്പെടുന്നത്? എനിക്ക് കിടക്കാൻ ഒരു സ്ഥലമുണ്ട്. എൻ്റെ വയറ് വിശക്കുമ്പോഴൊക്കെ എനിക്ക് കൃത്യമായ ആഹാരവും കിട്ടുന്നുണ്ട്. ആരുമില്ലാത്തവന് ദൈവം തുണ. ഇത് പറഞ്ഞ് നിഷ്കളങ്കതയോടെ ചിരിക്കുന്ന ആ ചേട്ടനോട് വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഞാൻ ഓഫീസിലേക്ക് നടക്കുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത പല ആവശ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ എന്നെ വീണ്ടും അലട്ടാൻ തുടങ്ങിയിരുന്നു.